ഇത് ഒലിവ് മരമാണ്. ഒലിവ് കായ്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി കിടക്കുന്നുണ്ട്. നമ്മുടെ കമ്പനിയുടെ ബാക്കിലുള്ള സ്ഥലത്താണ് ഇതൊക്കെ. ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ദൈവത്തിനെ ഞാൻ തേടിയത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താകുമ്പോൾ നമ്മൾ വേറൊരു നിവൃത്തിയില്ലാണ്ട് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയിൽ തന്നെ വരുള്ളൂ. നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളും നമ്മുടെ യുക്തിക്കും അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിലും നടക്കുന്ന സമയത്ത് നമുക്ക് അന്ധവിശ്വാസമാവാം, അല്ലെങ്കിൽ ദൈവത്തിനെയോ പുരോഹിതന്മാരെയോ അല്ലെങ്കിൽ പള്ളീനെയോ അങ്ങനെ എല്ലാത്തിനെയും നമുക്ക് പുച്ഛിക്കാം. അതിനൊന്നും ആവശ്യമില്ല എന്ന് വിചാരിക്കാം. ഇപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ ഭാഷയിൽ പറഞ്ഞ കുർബാന ആയാലും കുംസാരായാലും അതൊന്നും ചെയ്തില്ലെങ്കിലും അതൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു സെറ്റപ്പൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. അതേപോലെ തന്നെയാണ് മറ്റ് വിഭാഗക്കാരായാലും. നമുക്കിപ്പോൾ ദൈവത്തെ വിളിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നോട്ട് പോകുമെന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് ഉണ്ടാവുക. ഓവർ കോൺഫിഡൻസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു ചിന്തയിലായിരുന്നു ഞാനും. നമുക്ക് എല്ലാ കാര്യങ്ങളും സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിരീശ്വരവാദിയാണോ എന്ന് വെച്ചാൽ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനോടും ഒരു പുച്ഛം, പ്രാർത്ഥന, പള്ളി ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. അച്ഛന്മാരും സിസ്റ്റർമാരോടൊന്നും അത്രയൊരു ഗൗരവം കൊടുക്കേണ്ട കാര്യമൊന്നും നമുക്കുണ്ടായിരുന്നില്ല. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ബുദ്ധിമുട്ടുകളാണ് നമ്മളെ പിന്നെ ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഞാനും ഇതിൻ്റെ പിന്നാലെ കൂടി തുടങ്ങിയത്.